എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത. കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണ് പുറത്ത്, ഇടിയുമുണ്ട്. ഇന്ന് നിങ്ങളോട് കുറച്ച് സംസാരിക്കാം എന്ന് കരുതി. ഇന്ന് ഞാൻ എൻ്റെ ബൈസ്റ്റാൻഡറെ കുറിച്ച് പറയാം. ഈ ക്യാൻസറിൻ്റെ 6 മാസമല്ല, അല്ലാതെ തന്നെ 2020 മുതൽ തന്നെ എന്നെക്കൊണ്ട് എൻ്റെ ബൈസ്റ്റാൻഡർ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ചേട്ടൻ പൊറുതി മുട്ടി എന്ന് പറയണം. 2020 ജനുവരിയിലാണ് എനിക്ക് കാലിന് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. ഡ്യൂക്ക് ബൈക്കിൽ നിന്ന് ഇടിച്ചതാണ്. വീടിൻ്റെ വാതിക്കലായിരുന്നു. കാലിടിച്ച് ആ എല്ലിങ്ങനെ ഇങ്ങനെ ക്രോസായിട്ടങ്ങ് കയറിപ്പോയി. മൊത്തം പൊട്ടി ഒടിഞ്ഞിട്ട് തൊലിയേൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ആ എല്ലുകൊണ്ട് വലിയൊരു സുഷിരം ഉണ്ടായിരുന്നു. അത് എനിക്ക് 4 മാസത്തോളം എടുത്തത് കരിഞ്ഞു വരാനായിട്ട്. അങ്ങനെ TMM അതൊരു വലിയ ശസ്ത്രക്രിയയായിരുന്നു അന്ന്. കാലിൻ്റെ പത്തി മുതൽ തുട വരെ ബാൻഡേജ് ഇട്ടിരിക്കുകയാണ്. മുട്ടിന് താഴ്ഭാഗമാണ് ഒടിഞ്ഞിരിക്കുന്നത്. ആ ഒടിഞ്ഞ എല്ല് കൊണ്ടിട്ട് ഒരു വലിയ ഹോള് അതിനകത്തുണ്ട്. അപ്പോൾ അത് ഡ്രസ്സ് ചെയ്യാനായിട്ട് എല്ലാ ആഴ്ചയിലും പോകണം. നമ്മൾ ഒരു ആക്സിഡൻറ്റ് റോഡിലുണ്ടായി കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യാനില്ല. വീടിൻ്റെ വാതിക്കലായിരുന്നത് കൊണ്ട് എൻ്റെ കരച്ചിൽ കേട്ട് ചേട്ടന് എന്നെ ഒന്ന് പിടിച്ച് വണ്ടിയെ കയറ്റാൻ പോലും ആരുമില്ല. അങ്ങനെ ചേട്ടൻ തന്നെ കഷ്ടപ്പെട്ട് പിടിച്ച് കയറ്റി. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ബലക്കുറവോ സ്വാധീനക്കുറവോ ഉണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി വെയിറ്റാണ്. നമ്മളെ വണ്ടിയെ പിടിച്ച് കയറ്റാനൊക്കെ വലിയ പാടാണ്. അങ്ങനെ TMM ചെന്ന് അന്ന് തന്നെ ശസ്ത്രക്രിയ, വൈകിട്ടത്തേക്ക് ശസ്ത്രക്രിയ ചെയ്തു. 4 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് കാലനക്കാൻ പറ്റത്തില്ലല്ലോ. കയ്യേലും ഉണ്ട് ഒരു പൊട്ടൽ, ഇടത്തെ കയ്യേൽ ഒരു പൊട്ടലുണ്ട്. എല്ലാ ആഴ്ചയിലും ചെക്കപ്പിന് പോകണം. എന്നെ കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് വരും. ആംബുലൻസിലെ സ്ട്രക്ചർ ബെഡ്റൂമിൽ കൊണ്ടുവന്നിട്ട് എന്നെ തുണിയിൽ 2 സൈഡിലും പിടിച്ചിട്ടാണ് എന്നെ ഈ സ്ട്രക്ചറിൽ കയറ്റിയിട്ട് ആംബുലൻസിലോട്ട് കൊണ്ടുപോകുന്നത്. ചേട്ടൻ ഒത്തിരി കഷ്ടപ്പെട്ടു. അടുക്കള, മോന് സ്കൂളിൽ പോകണം, പ്രായമായ അമ്മയുണ്ട്, തൊട്ടടുത്ത് ചേച്ചിയുണ്ട്. ചേച്ചി ആഹാരം കൊണ്ടുതരും, ഒക്കെ ചെയ്യും. എന്നാലും നല്ല പണിയാണ് എൻ്റെ കെയറിങ്. രാവിലെയും വൈകിട്ടും ദേഹം തുടച്ചു തരണം. ബാത്റൂമിൽ പോകുന്നത് ചെയറിലാണ്. അതിന് പറ്റിയ ഒരു ചെയറുണ്ട്. 1ഉം 2ഉം എല്ലാം അതിലാണ് പോകുന്നത്. ചേട്ടനാണത് ക്ലോസറ്റിൽ കൊണ്ട് കളഞ്ഞ് ക്ലീൻ ചെയ്യുന്നത്. കയ്യിലും സഞ്ചിക്കകത്ത് കൈ കിടക്കുന്നത് കൊണ്ട് ആഹാരം കൊണ്ടുതരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും, മുടി കോതിത്തരണം, മുടി കെട്ടിത്തരണം, അങ്ങനെ. പിന്നെ തറ തുടയ്ക്കാനും തുണി നനയ്ക്കാനും ഒരു ചേച്ചി വരുമായിരുന്നു. അടുത്തുള്ള ഒരു ചേച്ചിയാണ്. എന്നാലും ഒത്തിരി ആ സമയത്ത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്ക് വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത്. അതെന്താണെന്ന് എനിക്ക് എന്തെങ്കിലും ശക്തി കിട്ടുന്ന സമയത്ത് ഞാൻ പറയാനായിട്ട്. അങ്ങനെ ആ ചെയ്ത സമയത്ത് 15 ദിവസമാണല്ലോ ഈ കൈ ഇങ്ങനെ സഞ്ചിക്കകത്തിട്ടിരുന്നത്. ആ കൈ അനങ്ങാൻ വയ്യാണ്ടായി. കപ്പിയും കയറും എന്നും പറഞ്ഞൊരു സാധനമുണ്ട്.
ഒരു എക്സസൈസാണ്. അപ്പോൾ ഇടത് കൈക്കാണല്ലോ വയ്യാത്തത്. അപ്പോൾ ഇത് ഇടത് കൈയിൽ പിടിച്ചിട്ട് മറ്റേ കപ്പി എന്ന് പറഞ്ഞ സാധനം ജന്നലയിൽ കൊളുത്തി വലത് കൈ കൊണ്ട് ആ ചരടിൽ വലിച്ചു കഴിയുമ്പം ഈ കൈ ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ പിന്നെ താഴും, പിന്നെ പൊക്കും. അങ്ങനെ കൈ ഒരുവിധം അനങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പെതുക്കെ വീൽ ചെയറിൽ വീട് മുഴുവന് തന്നെത്താനെ ഉരുട്ടി ഉരുട്ടി പോകാൻ പഠിച്ചു. അത് കഴിഞ്ഞ് പെതുക്കെ വോക്കറിലോട്ട് കയറി. വോക്കറിൽ പിടിച്ചാണ് കാല് അനക്കാനും ഒക്കെ. അത് ഏകദേശം 5-6 മാസം എടുത്തു. ഈ മുറിവൂടുള്ളത് കൊണ്ട് ആ മുറിവ് കരിയാൻ ഒത്തിരി താമസിച്ചു. ഷുഗറൊന്നും ഇല്ല എനിക്ക്, എന്നാലും എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ അതെല്ലാം ഒരു റെഡിയായി ഞാൻ പുറത്തോട്ടൊക്കെ റോഡിലോട്ടും ഒക്കെ ഇറങ്ങി കിച്ചണിലും ഒക്കെ കയറി അങ്ങനെ ഒന്ന് റെഡിയായി വന്നപ്പോഴാണ് രണ്ടാമത്തെ സർജറി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സർജറിയിൽ ചെയ്തിടത്ത് 3 ഭാഗം യോജിച്ചു. മൊത്തം ഒടിഞ്ഞിരിക്കുകയാണല്ലോ, ഒരു ഭാഗത്ത് ഗ്യാപ്പ്. അപ്പം ഇടുപ്പിൽ നിന്ന് അസ്ഥി എടുത്ത് അവിടെ വെച്ച് യോജിപ്പിക്കണം. അതായിരുന്നു രണ്ടാമത്തെ ശസ്ത്രക്രിയ. അതിന് നേരത്തെ ശസ്ത്രക്രിയ പോലെ കഴിഞ്ഞതുപോലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞൊണ്ടി ബാത്റൂമിൽ പോകാൻ പറ്റുമായിരുന്നു. വീട്ടിലൊക്കെ ഞൊണ്ടി വോക്കറിൽ നടക്കാമായിരുന്നു. എന്നാലും ചേട്ടൻ ആ സമയത്തും എന്നെക്കൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടു. നല്ല കെയറിങ് ആണ്. നമുക്കാണ് കഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നത്. അവർ ആത്മാർത്ഥമായിട്ടാണ് ഓരോ കാര്യവും ചെയ്യുന്നത്. കുളിപ്പിച്ച് തരുന്നത്, കാല് നനയ്ക്കാതെ സ്റ്റൂളയിൽ വെച്ച് പുറം തേച്ച് തരുന്നത്, മുടി തോർത്തി തരുന്നത്. പിന്നെ ഈ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു എല്ല് കൂടാനായിട്ട്. ആ ഇഞ്ചക്ഷൻ എടുത്തു തരുന്നതും ചേട്ടനായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ട് വീണ്ടും ഒന്നും നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ക്യാൻസർ എന്ന മഹാമാരി കയറി പിടികൂടുന്നത്. അപ്പോൾ ആ 2020 മുതലുള്ള എൻ്റെ ജീവിതത്തിലെ താളം തെറ്റലാണ് എനിക്ക് ഈ ക്യാൻസർ വരാൻ കാരണമായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വായിച്ചിട്ടുണ്ട് ഒത്തിരി എക്സ്റേ, മരുന്നുകൾ, ചിട്ടയില്ലാത്ത ജീവിതം, ഉറക്കക്കുറവ്, ഇതൊക്കെ ക്യാൻസർ വരാൻ കാരണമാണെന്ന്. എനിക്കെടുത്തതുപോലെ എക്സ്റേ ലോകത്ത് ആർക്കും എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അതുപോലെ എക്സ്റേ എടുത്തു കാലൊടിഞ്ഞ സമയത്ത്. ഒത്തിരി മരുന്ന് കഴിച്ചു. പിന്നെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ഉറക്കമില്ലാണ്ടായിപ്പോയി. ഉറക്കമില്ല. ഇപ്പോഴും ഒരു മെഡിസിൻ കഴിച്ചാണ് ഞാൻ ഉറങ്ങുന്നത്. 6 മണിക്ക് ആ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ 10:30 ആവുമ്പോഴത്തേക്ക് സ്ലോ ആയിട്ട് ഉറക്കം വരും. ആ തീരെ ഡോസ് കുറഞ്ഞതാണ്. പക്ഷെങ്കിൽ അതില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. ഈ അസുഖം കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടും ആയിരിക്കാം, പിന്നെ പല പ്രശ്നങ്ങളും. അങ്ങനെ ഇപ്പോഴും എനിക്ക് ഉറക്കമില്ല. അപ്പോൾ ആ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാലുണ്ട്, സുഖമായിട്ട് കിടന്നുറങ്ങും. തലവേദനയോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു തന്ന മെഡിസിനാണ്. ഈ ക്യാൻസർ വന്ന സമയത്ത് ചേട്ടൻ എന്നെക്കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടി. കീമോയൊക്കെ എടുത്ത് കഴിയുമ്പം ഒരു രക്ഷയില്ല. തലകറക്കം. പിടിച്ച് വേണം ബാത്റൂമിൽ കൊണ്ടുപോകാൻ. വാതുക്കൽ കാവൽ നിൽക്കും കുളിച്ചിറങ്ങി വരുന്നത് വരെ. ഇച്ചിരി ദൂരെ പോകണം ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാൻ. അവിടുന്ന് ചൂടുവെള്ളം കൊണ്ട് തരും. അതിൻ്റെ കൂടെ ഭയങ്കര ഛർദിൽ നമുക്ക് നിയന്ത്രണം കിട്ടത്തില്ല. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതെടുക്കാൻ കുനിയുമ്പോഴത്തേക്ക് ഛർദിച്ച് കഴിയും. അങ്ങനെ പിന്നെ മുടി തോർത്തി തരിക,
മുടി പൊഴിഞ്ഞപ്പോൾ ആ മുടി മുഴുവൻ വാരിയതും എടുത്തതും. പിന്നെ നമ്മുടെ ബൈസ്റ്റാൻഡറിൻ്റെ ആ ഒരു ആത്മാർത്ഥതയാണ് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അവരുടെ ആത്മാർത്ഥമായ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് അസുഖത്തിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ ഉയർന്നു വരത്തുള്ളൂ. ഭാര്യയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് ഭർത്താക്കന്മാർക്ക് അസുഖമാണെന്ന് പറഞ്ഞ് ഭാര്യമാരും ഡൈവോഴ്സ് ചെയ്യുന്ന കാലമാണിന്ന്. നമ്മൾ ഫേസ്ബുക്കിലും ന്യൂസുകളിലും ഒക്കെ ഇഷ്ടം പോലെ കാണുന്നു, പ്രസിദ്ധരടക്കം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ ഇത്ര ആത്മാർത്ഥമായിട്ട് നമ്മളെ കെയർ ചെയ്യുകയും നമ്മുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുകയും നമ്മളെ ശാസിച്ചും, കാരണം നമുക്ക് ക്ഷീണമാണല്ലോ, നമുക്ക് കിടക്കണം എന്നുള്ള ചിന്തയുള്ളൂ. പക്ഷെ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പൊങ്ങില്ല. അപ്പം നമ്മളെ ശാസിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മളെ നടത്തണം. നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് വാക്കിങ് അതേ പറ്റത്തുള്ളല്ലോ. അപ്പോൾ അതിന് നമ്മളെ ബലത്തിലാണേലും കൊണ്ടുപോയി അങ്ങനെ ക്രമേണ നമ്മളെ ഓരോ കാര്യങ്ങൾ, ഫുഡ് കഴിക്കത്തേ ഇല്ല. നമ്മൾ ഒരാൾ ശാസിച്ചു കൂടെ നിന്നില്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കത്തില്ല. അതാണ് ഈ ഒരു അസുഖത്തിൻ്റെ ആ മരുന്നിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പോൾ പിന്നെ ഈ ഹോസ്പിറ്റൽ മുഴുവനും ബൈസ്റ്റാൻഡർ ഓടി നടക്കണം. കാരണം മെഡിസിൻ മേടിക്കാനാണേലും പ്ലേറ്റ്ലെറ്റ്, ബ്ലഡ്, ഇങ്ങനെ പല കാര്യങ്ങൾക്കും എല്ലാം ഓടി നടക്കണം. അതിൻ്റെ കൂടെ നമ്മളെ കെയർ ചെയ്യണം. 11 മണിയാകുമ്പോഴത്തേക്ക് കരിക്ക് കൊണ്ടുവരിക, നാരങ്ങാവെള്ളം ഉപ്പിട്ടുണ്ടാക്കി തരിക, ഫ്രൂട്ട്സ് എല്ലാം കഴുകിയും തൊലിയെത്തി മുറിച്ച് തരിക. അതെല്ലാം ചിട്ടയായിട്ട് നമ്മൾ ചെയ്ത് വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ വരാന്തയിലൂടെ നടക്കുക. അതുപോലെ അങ്ങനെ പല കാര്യങ്ങളും. അങ്ങനെ ഒരു ചേട്ടനെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. എൻ്റെ ഓരോ വിഷമഘട്ടത്തിലും എന്നെ ചേർത്ത് പിടിച്ച് എന്നെ ഉയർത്തിക്കൊണ്ട് വന്ന് വീണ്ടും എന്നെ ഈ രൂപത്തിൽ എല്ലാം ചെയ്യാനുള്ള പ്രാപ്തയാക്കിയത് എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളും അറിയണമല്ലോ എൻ്റെ ഈ മോശമായ ആരോഗ്യസ്ഥിതിയിൽ ആരാണ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൂടെ നിന്നതെന്നും ഈ പ്രതിസന്ധികളിലെല്ലാം എൻ്റെ കൂടെ നിന്ന് എന്നെ ഉയർത്തിക്കൊണ്ട് വന്നത് ആരാണെന്നും നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഇപ്പോഴും എനിക്ക് ഈ കൈക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, തേങ്ങ പൊട്ടിച്ച് തരുന്നതും അരി വാർത്ത് തരുന്നതും, അതുപോലെ ഈ ബോൺമാരോ എടുത്താൽ 2-3 ദിവസം വലിയ വേദനയാണ് നടുവിന്. ആ സമയങ്ങളിലെല്ലാം കിച്ചണിലെ ഫുൾ പണി ചെയ്യുന്നതും എല്ലാം. പ്രായമായ അമ്മയുണ്ടല്ലോ വീട്ടിൽ, അമ്മയ്ക്ക് ഓർമ്മക്കുറവാണ്. അപ്പോൾ ആ അമ്മയെ നോക്കണം, എന്നെ നോക്കണം, അങ്ങനെ. അപ്പോൾ ആ ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്ത് ഇന്നിപ്പം നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ഊർജം, ശക്തി ഒക്കെ എനിക്ക് തരുന്നത് എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ ആ ധൈര്യവും, ചേട്ടൻ തരുന്ന ആ ധൈര്യവും പ്രോത്സാഹനവും സ്നേഹവും എല്ലാമാണ് അച്ഛനായിട്ടും അമ്മയായിട്ടും ഭർത്താവായിട്ടും സഹോദരനായിട്ടും എല്ലാ റോളുകളിലും നിന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത എൻ്റെ ചേട്ടന്
എനിക്കൊരുപാട് സ്നേഹം. നമസ്കാരം.